ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഡിജിറ്റൽ ഫ്യൂച്ചർ ടോക്സ്. ഇന്ന് നമ്മുടെ കൂടെ റംഷീന മെഹമ്മൂദാണ്. സോ സീസ് വൺ ഓഫ് ദ ലൈക്ക് പേഴ്സണൽ ബ്രാൻഡിങ് എക്സ്പേർട്ട് ആണ് ഇൻ കേരള, വെൽ നോൺ, വർക്കിംഗ് വിത്ത് സം ടോപ്പ് ക്ലയൻറ്റ്സ് പേഴ്സണൽ ബ്രാൻഡിങ്ങിനകത്ത്. സോ ഇന്ന് ബേസിക്കലി നമ്മുടെ ഈ പോഡ്കാസ്റ്റിനകത്ത് മെയിൻലി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോ ബീങ് എ mom and how she is able to manage this particular section as a career as well as parenting and also digital marketing നകത്ത് ഇതിൻ്റെ ഒരു സ്കോപ്പും ഫ്യൂച്ചറും എന്താണ് നമ്മളെല്ലാം അറിയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഹർ. സോ ലെറ്റ്സ് Ramshina, can you introduce yourself and tell like how you started your journey as a digital marketer? Sure. Yeah. Hi, I'm Ramshina Mahmood. I'm the founder of Reform Media. It's a personal branding agency, and I'm currently working with people to turn them into brands. എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്കുള്ള ജേർണി ഇറ്റ് വാസ് വെരി ലൈക്ക് യാദർശികമായിരുന്നു. ആഫ്റ്റർ ലൈക്ക് +2 I didn't know what to do with my career, which stream to choose. So like ഞാൻ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതി, അതേപോലെ തന്നെ നീറ്റ് എഴുതി, അങ്ങനെ നമുക്ക് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ദെൻ ഐ ഡിഡ്ന്റ് റിയലി ഹാവ് ദാറ്റ് ഇതാണ് എനിക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. സോ ലൈക്ക് എനിവൺ ലൈക്ക് നേരെ BBA എടുത്തു. BBA ഇറ്റ് വാസ് മോർ ഓഫ് ലൈക്ക് നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇറ്റ്സ് മോർ ഓഫ് തിയററ്റിക്കൽ. എനിക്ക് പ്രാക്ടിക്കൽ സൈഡ് ഓഫ് ബിസിനസ് എന്താണെന്നോ അല്ലെങ്കിൽ ഞാൻ അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ വി വർ നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. സോ ലൈക്ക് ബൈ തേർഡ് ഇയർ ഐ വാസ് ലൈക്ക് ഓക്കെ മേ ബി പുറത്ത് പോയിട്ട് പഠിക്കാം, അതാണല്ലോ നമ്മൾ ഇനി ഉള്ളൊരു ഇത്. But then due to some reasons I couldn't go. Then education I stopped there, then did online MBA. I don't know if it counts or not. In my opinion it shouldn't be counted. സോ അങ്ങനെ ഞാൻ യാദർശികമായിട്ട് എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ഞാനൊരു റേഡിയോ സ്റ്റേഷനിൽ ഒരു ഇൻറ്റേൺ ആയിട്ട് കയറുന്നത്. സോ ദേ സെഡ് യുവർ ജോബ് വിൽ ബി ലുക്കിംഗ് ആഫ്റ്റർ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം. ഐ വാസ് ലൈക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം നോക്കലാണ്, അത് കൊള്ളാലോ, അത് ജോലിയാണോ ഇവിടെ? അങ്ങനെയാണ് ഞാൻ ആ ജോലിയിലേക്ക് കയറുന്നത്. ബട്ട് ദെൻ ആഫ്റ്റർ ഗെറ്റിംഗ് ഇൻസൈഡ് ഐ അണ്ടർസ്റ്റുഡ് ദിസ് ഈസ് നോട്ട് ആസ് ഈസി ആസ് ദി ഔട്ട്പുട്ട്. നമുക്കൊരു 30 സെക്കൻഡിൻ്റെ റീല് കാണാനോ അല്ലെങ്കിൽ ഒരു ഫൺ വീഡിയോ കാണാനൊക്കെ ഭയങ്കര രസമാണ്. ബട്ട് ദ ബിഹൈൻഡ് ദ സീൻ യുനോ ടീമിൻ്റെ ഒരു ഫൺ വീഡിയോ ആണെങ്കിൽ ഐ വിൽ ബി സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് ദ ടേബിൾ ഡൂയിങ് ദ ഷൂട്ട്. സോ ബട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. യു ആർ ലൈക്ക് പോർട്രേയിങ് ദ ബ്രാൻഡ്സ് നെറേറ്റീവ് ടു ദ വേൾഡ്. അതാണ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭയങ്കര അട്രാക്റ്റീവ് ആയി തോന്നി. ആൻഡ് ദെൻ 2 ദിവസം ഒരേ പണി ഒരിക്കലും ചെയ്യില്ല. ഇറ്റ്സ് ഓൾവേസ് ഡിഫറെൻറ്റ്. യു ആർ ഓൾവേസ് ലൈക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഒരേ കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് മടുക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു കരിയറാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ ദെൻ അവിടെ നിന്നാണ് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ആഫ്റ്റർ കൊറോണ ഐ കെയിം ബാക്ക് ടു കേരള. Then I understood that digital marketing in GCC is different. Digital marketing in India is entirely different. These guys are like 5-6 years ahead of the world when it comes to performance marketing, Google ads, and I was like, oh my god, I have to learn a lot. Then അങ്ങനെയാണ് ഞാൻ ഏജൻസിയിൽ ഒരു കോണ്ടന്റ് റൈറ്റർ ആയിട്ടാണ് വന്നത്. I loved my job. ഏതാണ് കൂടുതലായിട്ട് തോന്നിയ, GCC or this one? We are way ahead in my opinion. India one, okay. From what I've seen, I don't know about the entire world. I'm comparing to GCC. Where you worked, mainly Qatar. When I worked, yeah. Because അവിടെ എനിക്ക് തോന്നുന്നു ഈവൻ ദ ഇ-കൊമേഴ്സ് കെയിം വെരി ലേറ്റ് ഒരുപാട് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് അവരത് പ്രൊമോട്ട് ചെയ്തത് തന്നെ ഫിഫന്റെ ഒരു ടൈമാണ്. അപ്പോഴാണ് കുറെ പേരൊക്കെ വന്നത്. അതർവൈസ് ഇറ്റ്സ് ജസ്റ്റ് 3 apps that we know. For taxi it's Careem, and then for food it's Talabat or Zomato. That's it. And right now they are like have a lot. So yeah, നാട്ടിൽ വന്നപ്പോൾ I was back to a student again, but then this industry was very fascinating. And എനിക്ക് എഴുത്തിനോടാണ് ഇഷ്ടം. ആൾക്കാരൊരു കണ്ടന്റ് ചെയ്യാൻ പറയും, അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ the way their face is like, you know, yeah, this is what I wanted, but they knew this is what they wanted, but then the ability to portray it അല്ലെങ്കിൽ അതൊരു സ്ക്രിപ്റ്റ് ആക്കുക, അതൊരു കണ്ടന്റ് ആക്കുക എന്നുള്ളത്. Then gradually I moved out of the company when I felt like it's time I start should my do own. something on my own. Yeah. And then like everyone else, the safest portal after a job is freelancing. So I went to freelancing, did freelancing എന്ന് പറഞ്ഞാൽ it's like testing the water. Yeah. നമുക്കൊരു കാര്യത്തിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങുന്നതിന്റെ മുമ്പ് വെദർ അത് നമുക്ക് വർക്ക്. I always call it solopreneur. It's everything you are the one. Then അതിലിറങ്ങി കഴിഞ്ഞാൽ you will have to handle the clients, you will have to follow up on payments, you will have to do the MOU, you will be running the entire company like a one man army.
but then you will be a freelance. And അത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു കമ്പനിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. വൺസ് നിങ്ങളെല്ലാം ടെസ്റ്റ് ഔട്ട് ചെയ്തിട്ട് then you can start. So yeah, with God's grace, right now we are a 5 people team. I've landed the place that I'm കമ്പനിയുടെ പേരെന്താണ്? Reform Media. Reform Media. I will leave the link in description. You can just check it out. Yeah, please. So I think that was my journey. It was accidental, but right now I know this is what I want. Because digital marketing, recently എൻ്റെ cousin brother എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, should I go for digital marketing as a course? Okay. So ആളിപ്പം പഠിക്കുന്നത് he wants to become a pilot. So അതിൻ്റെ പ്രിപ്പറേഷൻസിലൊക്കെയാണ്. Then he was like, it seems like a good course. It's like, ഞാൻ ചിന്തിക്കുന്നത് നല്ലതാണ്. Like you have your profession and passion and everything, but you have like 4-5 months, you go and learn this. നിനക്ക് ഇഷ്ടമുള്ളൊരു അക്കാഡമി ചൂസ് ചെയ്യുക, go for offline if possible and then learn it. Because see, he's coming from a business background. His father has business, his grandfather has business, and probably he'll also start some business. എന്ത് ചെയ്യുവാണെങ്കിലും you will have to know these digital platforms and how it works. ഈ ആഡ്സ് എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ആവുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെങ്കിലും, ഡോക്ടർ ആവണമെങ്കിലും ലോയർ ആവണമെങ്കിലും ഇപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ, ഡോക്ടർ ലോയർ എല്ലാവർക്കും പേഴ്സണൽ ബ്രാൻഡിങ് needs to build their personal കോമ്പറ്റീഷൻ ആണ്. Otherwise you will be sitting there with your 10 years of experience and someone as newbie as a 2-year experience ഉള്ള ആൾ will outgrow you for sure if they are using the digital marketing the proper way. So definitely I said yes, please go for it, because I think നമുക്ക് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻസ് അങ്ങനെ കിട്ടുന്നില്ല. സോ ദിസ് ഈസ് ദ ചാൻസ് ഫോർ യു ടു ഗെറ്റ് ദാറ്റ്. ഇപ്പം അത്രയും അക്കാഡമീസ്, നമുക്ക് അത്രയും ചോയ്സസും ഉണ്ടല്ലോ. സോ that's my journey. That was great journey. So Ramshina, now let's move to our second question. So like I actually brought up through with my mom only. Okay, I was with my mom and basically amma irna ellam kuda cheyidondirna. It was not separated, but the parents was not together. Okay, so achan vera sthathu joli cheyarna, amma vera sthathu cheyarna. I was a single child then, so I was go enna parayna ammade kuda thane poi. So like I faced a lot of things, like being as a kid I know that enna parayna empathy and emotions and like namukku enne manasilavullo, like mother is full time busy aanu, task man, she was medical officer aayirunnu. So medical officer there is no timing, like night aano ravile aano, when there is an emergency you need to go. Okay, so even I remember that ഒരുപാട് നൈറ്റ്സ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഓക്കെ, സോ ഈവൻ ദോ ലൈക്ക് ഐ ഗോട്ട് ലൈക്ക് ഗോഡ് ഗ്രേസ് കൊണ്ട് ഞാൻ നല്ലൊരു കോളനിയിലായിരുന്നു, എല്ലാവരും ഒരു ഫാമിലി പോലെ ആയിരുന്നു. നൺ വാസ് ഇൻ ദ മലയാളീസ്, എവറി വൺ ഇസ് നോർത്ത് ഇന്ത്യൻസ്. സോ ഇറ്റ് ലൈക്ക് നല്ലൊരു ഫാമിലി പോലെ ആയിരുന്നു. ഇപ്പം അമ്മ രാത്രി പോകുമ്പം എന്നെ അടുത്ത വീട്ടിലായിരുന്നു ആക്കിയിട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ ലൈക്ക് ബീങ് എ മോം, ലൈക്ക് ദിസ് പർട്ടിക്കുലർ സെക്ഷൻ, ലൈക്ക് ഞാൻ പറയുന്ന വരുന്നത് ലോങ് ലൈക്ക് അറൗണ്ട് 20 years 30 years ബിഫോറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോ ബീങ് ആസ് എ മോം, ഈ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഹൗ ലൈക്ക് യു സീ ഇറ്റ്? ബിക്കോസ് നമുക്ക് ഒരുപാട് വർക്ക് പ്രഷേഴ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് വർക്ക്സ് കാണും. പിന്നെ ഈ ഡിജിറ്റലിനകത്ത് സ്പെഷ്യലി പറയുന്നത് ടൈമിൻ്റെ ഒന്നുമില്ല. ഇപ്പോൾ ഇഫ് യു ആർ ഇൻ പെർഫോമൻസ് മാർക്കറ്റിംഗ്, ദർ ഇസ് നോ സൺഡേ, ദർ ഇസ് നോ നൈറ്റ്. ഇപ്പോൾ ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട്, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഇൻവോൾവ് ആവേണ്ട ഒരു റിക്വയർമെൻറ്റ് ഉണ്ട്. So how you manage this, basically being a single mom and the career you have chosen? Okay, thank you for the question. I think being a mom itself ഒരു ഫുൾ ടൈം ജോബാണ്. അതിൻ്റെ മേലെ നമ്മളൊരു ജോബ് ചെയ്യുകയാണെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഇറ്റ്സ് ലൈക്ക് അഡീഷണൽ. ആൻഡ് വൺസ് യു ആർ ഫൗണ്ടർ, നിങ്ങൾ പറഞ്ഞ പോലെ 9 to 5 we can't restrict ourselves or our mind. എന്തായാലും 24/7 നമ്മൾ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. സോ the approach that I took was, ഞാൻ ഫ്രീലാൻസിങ് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു മൂവിങ് ടു becoming a founder. So I knew that I can't undermine my responsibilities as a mother also. പക്ഷേ മദർഹുഡിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മളെന്താ ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ലൈക്ക് കുക്കിംഗ്, ക്ലീനിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ക്വാളിറ്റി ടൈം വിത്ത് ഹർ ഓർ ടേക്കിംഗ് ഹർ ഔട്ട് ആൻഡ് all those things, playing with her, reading for her, these are my responsibilities which I can't ignore. അപ്പം ഞാൻ അതിന് പ്രയോറിറ്റി കൊടുക്കും. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ ഡെലിഗേറ്റ് ചെയ്തു. When I started the company, the first person ഞാൻ ഹയർ ചെയ്യുന്നത് തന്നെ മെയ്ഡാണ്. ഷീ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. കാരണം ആളില്ലാണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആൾ ഇതേപോലെ ആളുടെ ഫാമിലീനെ അവിടെ വെച്ചിട്ട് ജോലി ചെയ്യാൻ വരാണ്. ആൻഡ് ഷീ ഈസ് ഓൾസോ ഹാപ്പി, ഐ എം ഓൾസോ ഹാപ്പി, ഐ എം ഡൂയിങ് മൈ ബിസിനസ്. സോ അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. ബാലൻസിങ്
is an ongoing process. I can't say I'm full, like ഞാനെല്ലാം figure out ചെയ്തു എന്നുള്ളത്. My daughter will know, like her mom is a working mom, and she sometimes like എന്നെ കോപ്പി ചെയ്തിരിക്കും. She's 4.5. 4.5. ചിലപ്പോൾ എന്നെ കോപ്പി ചെയ്ത പോലെ ലാപ്ടോപ്പ് ഒക്കെ വെച്ചിട്ടിരിക്കും, ഐ എം വർക്കിംഗ് എന്നൊക്കെ പറയും. സോ ഇറ്റ്സ് I want her to know me like that only, because after a while if I'm like telling her this and that, and it will be difficult for her. Now she's growing up with the working mom. She'll get adjusted to that, and she'll have that mindset also. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇപ്പം എസ്പെഷ്യലി എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ ഡ്യൂട്ടീന് വരുന്ന സമയത്ത് ഞാൻ വീടെല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി, മീൻസ് ഐ വാസ് ലൈക്ക് എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ സമയത്ത് വീട്ടിലിരുന്ന്, മീൻസ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ് ലൈക്ക് ദ കൾച്ചർ സീ പുട്ട് ഇൻ മീ. ലൈക്ക് ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ലൈക്ക് ഞാൻ അമ്മയുടെ കൂടെ ആയതുകൊണ്ടാണ് ഐ എം ലൈക്ക് മോർ ഇമോഷണൽ ആണ്, മോർ എംപത്തി ഉണ്ട്, മോർ തിങ്സ് ആണ്, ലൈക്ക് ഒരു ഭയങ്കര ഇമോഷണൽ കണക്ട്സ് ഉണ്ട് അങ്ങനത്തെ ഒരു സെക്ഷന്. അണ്ടർസ്റ്റാൻഡ് തിങ്സ് ഐ ക്യാൻ ലൈക്ക്. പിന്നെ ഒബ്വിയസ്ലി ഒരു ജഡ്ജ് ചെയ്ത് നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതാണ്, ബട്ട് ഒരു ഇമോഷൻ പാർട്ട് വിൽ ബി ഓൾവേസ് ദെയർ ആ പർട്ടിക്കുലർ സെക്ഷൻ ആവുമ്പോൾ. ഇറ്റ്സ് വെരി ലൈക്ക് ആ കുട്ടികൾക്ക് ചെറിയ ചെറിയ സാധനമായിരിക്കും, ബട്ട് ലൈഫ് ലോങ് ഓർമ്മയായിരിക്കും. സോ ദാറ്റ്സ് കൈൻഡ് ഓഫ് ദാറ്റ്സ് എ സെയിം തിങ്. ലൈക്ക് ഇപ്പം ഐ വാസ് ലൈക്ക് അച്ഛൻ്റെ കൂടെ അത്ര നിന്നിട്ടില്ല, ഓക്കെ. സോ നിൽക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മുടെ രണ്ടുപേരും ഭയങ്കര അകലച്ചുണ്ട്. ലൈക്ക് വാട്ട് ഐ ക്യാൻ സേ ടു മൈ മോം ഐ ക്യാൻ സേ ടു മൈ ഫാദർ. ഇറ്റ്സ് നോട്ട് ലൈക്ക് യൂസ്വലി ഞാൻ നിൽക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. ലൈക്ക് ഈവൻ ദോ ഐ വാണ്ടഡ് ടു ബി അറ്റാച്ച്, ബട്ട് ആ അറ്റാച്ച്മെൻറ്റ് വരത്തില്ല, ബിക്കോസ് ആ ഒരു പ്രായമല്ലേ. സോ ദാറ്റ്സ് വൈ എൻ്റെ മോള് ഇപ്പോൾ 8 വയസ്സിനാണ്. സീ ഈസ് ലൈക്ക് മോർ അറ്റാച്ച് ടു മീ ദാൻ റാഗി, ഓക്കെ, വൈഫ്, ബിക്കോസ് ഫുൾ ടൈം എൻ്റെ കൂടെയാണ്. ബട്ട് ഐ ഫീൽ ദ ലൈക്ക് എനിക്കൊരു പാരൻറ്റുണ്ടിങ്ങിനകത്ത് ഫാദർഹുഡിങ് കിട്ടിയിട്ടില്ലെങ്കിൽ ഐ ട്രൈ ടു ഗിവ് ആസ് മച്ച് ആസ് പോസിബിൾ. സോ നമ്മൾ ഭയങ്കര കമ്പനിയാണ്, ഓക്കെ. ഈവൻ ലൈക്ക് എൻ്റെ ബെഡ് ടൈം സ്റ്റോറി കേൾക്കാതെ അവൾ ഉറങ്ങത്തില്ല. ലൈക്ക് സീരിയസ്ലി ലൈക്ക് ഇപ്പോൾ അതെനിക്കൊരു മെഡിറ്റേഷൻ പോലെയാണ് ബെഡ് ടൈം സ്റ്റോറി, ലൈക്ക് ടെല്ലിങ് അറ്റ് ലഞ്ച് ടൈം. സോ ആ ഒരു ഇമോഷൻസാണ് കുട്ടികൾക്ക് ഒരു സെക്ഷനാണ്. ബട്ട് വെൻ ലൈക്ക് നമ്മളിപ്പോൾ ആസ് എ നമുക്കിപ്പോൾ ഈ വീഡിയോ ഒരുപാട് മദേഴ്സ് കാണുന്നുണ്ടായിരിക്കും, ലൈക്ക് ടു ബി മോം ആയിരിക്കും, ഓർ എന്താ പറയുന്നത് ഫ്യൂച്ചറിലേക്ക് മോം ആയിരിക്കും, മാരേജ് കഴിഞ്ഞിട്ടായിരിക്കും. സോ ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഇത് ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ, സോ വാട്ട് വുഡ് ബി ലൈക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്? ലൈക്ക് നമ്മൾ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യണത്? ലൈക്ക് യു ഡിഡ് ദിസ് വിത്ത് എ പേഴ്സണൽ ബ്രാൻഡിങ്, ദാറ്റ് വാസ് ലൈക്ക് യുവർ മെയിൻ എന്താ പറയുന്ന ഒരു ശസ്ത്രം എന്ന് പറയാം. സോ ദാറ്റ് ഇസ് ലൈക്ക് യുവർ മെയിൻ പേഴ്സണൽ ബ്രാൻഡിങ്, എവറിഥിങ് ഇസ് ബിൽറ്റ് ഓൺ ദാറ്റ്. So what you suggest, like if somebody planning to get into this particular platform, so how they have to go about, like journey endavanam, like you told me about your journey, but I want, like if somebody is coming, what you recommend based on your experience, how they can start, like what they have to do, focus on. Yeah, so mother I കഴിഞ്ഞാൽ first challenge is we will be so afraid that ഇപ്പോൾ ഈ കരിയർ ബ്രേക്ക് വന്നിനി പഠിച്ചതൊക്കെ വെറുതെ ആയി. Yeah, even my friends tell me, now I don't think I can go back to work, പഠിച്ചതൊക്കെ വെറുതെ. That's where these kind of skilled courses are coming into place. അല്ലെങ്കിൽ ആ പഠിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. യു ക്യാൻ ബേസിക് ആയിട്ടുള്ള അഡ്മിൻ ജോബോ അങ്ങനത്തെ ജോബ്സേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിങ്ങൾ എങ്ങനെ സ്കെയിൽ ചെയ്യാനാണ് പോകുന്നത്? വാട്ട് ഈസ് യുവർ കരിയർ റോഡ് മാപ്പ്? ദർ ഇസ് നത്തിങ്. സോ ഇങ്ങനത്തെ ഒരു സ്കില്ലായിട്ടുള്ള ഒരു കോഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ UI/UX ലൈക്ക് ഈവൻ +2 കഴിഞ്ഞ കുട്ടികൾക്ക് വരെ കോഡിംഗ് അടക്കം നമുക്ക് പഠിപ്പിക്കാം. സോ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻ ഡിമാൻഡ് സ്കിൽ. ദർ ഈസ് എ മാർക്കറ്റ് ഫോർ ഇറ്റ്. ആൻഡ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനത്തെ കോഴ്സസ് ഒക്കെ ആണെങ്കിൽ ഐ തിങ്ക് ഐ വാസ് ഏബിൾ ടു സർവൈവ് ത്രൂ വാട്ട് എവർ ഐ വാസ് സർവൈവിങ് ഇസ് ബിക്കോസ് ദിസ് വാസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് 9 to 5, യു വിൽ ബി നീഡഡ് അറ്റ് നൈറ്റ്, യു വിൽ ബി നീഡഡ് ഇൻ ദി ആഫ്റ്റർനൂൺ. But then there is also a better side to it, that you don't have to be present all the time. Right? If you have some emergency or the personal things comes, you can be flexible. You can finish it later on or something. Like നമ്മൾ മെഡിക്കൽ ഫീൽഡ് അതൊന്നും പോലെ അങ്ങനത്തെ ഒരു എമർജൻസി അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. സോ ദാറ്റ് ദർ ആർ ലോട്ട് ഓഫ് അഡ്വാൻറ്റേജസ്. ആൻഡ് ഓൾസോ ഇത് എന്ന് പറഞ്ഞൊരു എന്താ പറയുക, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. യു ആർ അറ്റ് ദ ടോപ്പ് ഫ്രണ്ട് ഓഫ് whatever innovations are coming into digital marketing. So I think if a mother or if a graduate who took a career break, തിരിച്ചു വരാൻ പറ്റിയൊരു കോഴ്സാണ്. Within 6 months you're ready for job. Yeah, the other courses I don't think it offers that. Great. Like if they wanted to go for a course, so what the thing basically they have to look for, like
nothing related to institute something. I'm just wanted to like what they have practically they need to look into before joining or planning for this particular course, and what the importance of personal branding with this particular section as current scenario as you see. Personal branding, when it comes to somebody who's growing their career or just getting started, is just documenting. എന്താണോ നിങ്ങൾ പഠിക്കുന്നത്, എന്താണോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് ഡോക്യുമെന്റ് ചെയ്യുക. നമ്മൾ വിചാരിക്കും അതിന് മാത്രമൊന്നും നടക്കുന്നില്ലല്ലോ. ബട്ട് ദെൻ ഇഫ് യു സ്റ്റാർട്ട് ഡോക്യുമെന്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഒരു കോൺവെർസേഷൻ ആയിരിക്കും, അതൊരു കണ്ടന്റ് ആണ്. കറക്റ്റ്. ഇതിനകത്ത് ഞാനും ഭയങ്കര ഫെയിലിയർ ആണ്. ലൈക്ക് മേ ബി ഐ മെറ്റ് യു ആൻഡ് ഐ ഹാഡ് എ കോൺവെർസേഷൻ ആൻഡ് ഐ ഫൗണ്ട് സംതിങ് യു സെഡ് ഇൻട്രസ്റ്റിംഗ്. I can just note it down and later on I can post it. നമ്മൾ എന്തായാലും ഇന്ന് ഫോട്ടോ എടുക്കും, അതിൻ്റെ കൂടെ ഒരു ക്യാപ്ഷനിൽ ഒരു തോട്ട്ഫുൾ കാര്യം കൂടി വന്നാൽ മതി. അല്ലെങ്കിൽ യു ആർ വാക്കിംഗ് അറൗണ്ട് ഒരു ഫ്ലെക്സ് കണ്ടപ്പോൾ യു ഹാവ് സം തോട്ട്, ഷെയർ ഇറ്റ്. അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ച് വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ച് അങ്ങനെ ഒരുപാട് കണ്ടന്റ് ഡെയിലി നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവും. ഇഫ് യു ലൈക്ക് സ്റ്റാർട്ട് പുട്ടിങ് ഇറ്റ് ഔട്ട്, ദാറ്റ്സ് വെൻ യു അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഇതിലൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ യു ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് തിങ്കിങ് എവറിത്തിങ് ഇൻ ടേംസ് ഓഫ് കണ്ടന്റ്, വിച്ച് ഇസ് ഗുഡ്. കാരണം അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഓവർ തിങ്കിങ് ഒക്കെ കുറച്ച് കുറഞ്ഞാൽ വി വിൽ ഓൾവേസ് ബി ലൈക്ക് ഇതെങ്ങനെ കണ്ടന്റ് ആക്കാം, ഇതെങ്ങനെ നമുക്ക് പോസ്റ്റ് ഇടാം, ഇതെങ്ങനെ ഇടാം, ഇതെങ്ങനെ ചെയ്യും, അതായിരിക്കും നമ്മൾ കൂടുതൽ ആലോചിക്കുന്നുണ്ടാവുക. സോ പേഴ്സണൽ ബ്രാൻഡിങ് ഇസ് എ ഗ്രേറ്റ് വേ ടു കം ആൻഡ് ഡോക്യുമെൻറ്റിങ് യുവർ ജേർണി. ആൻഡ് ദെൻ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 6 months കോഴ്സിന് വരാണ്, 6 months കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പോകുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ യു ടേക്ക് സം ഓഫ് യുവർ ഫ്രണ്ട്സ് ഓർ ഫാമിലീസ് ഒരു ഇൻസ്റ്റഗ്രാം പേജോ ഒരു അവരുടെ എന്തെങ്കിലും ഒരു ഗ്രോയിങ് സ്റ്റേജിലുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രാക്ടിക്കലി ഡു ഇറ്റ് അലോങ് ദ കോഴ്സ്. ക്രിയേറ്റ് പോർട്ട്ഫോളിയോസ്. ക്രിയേറ്റ് പോർട്ട്ഫോളിയോസ്. അത് ടെസ്റ്റ് ചെയ്യാം. ഡു ഇറ്റ് ഫോർ ഫ്രീ. ദേ ആർ ഗിവിങ് യു എ പ്രൊജക്ട്. അതിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓൺ ദ ലൈക്ക് വൈൽ യു ആർ സ്റ്റഡിങ് യു ക്യാൻ പോസ്റ്റ് ദ റിസൾട്ട്സ്. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ആൻ ആവറേജ് ഇൻ വാട്ട് യു ഡു, യു ആർ എക്സെപ്ഷണൽ എന്നുള്ളത് നമുക്ക് കാണിക്കാൻ ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതാണ് സോഷ്യൽ മീഡിയയും കൂടി ഉള്ളത് കൊണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തൊരു ഡിഫിക്കൽട്ട് ആയിരുന്നല്ലേ ജോബും ഇങ്ങനത്തെ ഒക്കെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്കിൽഡാന്ന് കാണിക്കാൻ ആകെ ഉള്ള ഒരു ഓപ്ഷൻ ഒരു ഇന്റർവ്യൂവിൽ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനും ബേജാറായിരിക്കും. ഹാഫ് ആൻ അവറിൽ ഫുൾ ലൈഫ് ഡിസൈഡഡ് ആൻഡ് സിവിസ്. പക്ഷെ ഇന്ന് അത് രണ്ടും അല്ല. ഫൗണ്ടേഴ്സ് ഓർ യു ക്യാൻ റിലേറ്റ് ടു മീ. നിങ്ങൾ നോക്കുന്നുണ്ടാവുക ഒരു സ്കില്ലിലാണ്, ഒരു പോർട്ട്ഫോളിയോയിലാണ്. അല്ലാണ്ട് നമ്മൾ വെറുതെ വന്നിട്ട് കുറേ ഇന്റർവ്യൂവിൽ കുറേ സംസാരിച്ചുകൊണ്ട് വി വോണ്ട് ഹയർ ദ പേഴ്സൺ. ഷോ മീ വാട്ട് യു ഹാവ് ഡൺ ഓർ ഷോ മീ വാട്ട് യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ്. ദാറ്റ്സ് വാട്ട് വി ആർ ആക്ച്വലി അവിടെ അവീവിൽ നമ്മൾ ചെയ്യാറ്. വി പ്രിപ്പയർ, നമ്മുടെ സ്റ്റാൻഡേർഡിൽ നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യും. ലൈക്ക് വി ആർ വർക്കിംഗ് വിത്ത് MNC ക്ലയൻറ്റ്സ്, ആ സ്റ്റാൻഡേർഡ് അവർ വേണം. സോ അതിനകത്ത് ബെസ്റ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഹയർ ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് ടൈം. സോ ദാറ്റ് ഇസ് ലൈക്ക് റിയലി എന്താ പറയുന്നത്, നമുക്ക് ക്വാളിറ്റി റിസോഴ്സ് കിട്ടും ആ ഒരു സെക്ഷനകത്ത് പോകുന്ന സമയത്ത്. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തത് ഐ തിങ്ക് യു ആർ നോട്ട് ലൈക്ക് ടേക്കിംഗ് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്. നമ്മൾ സ്പെസിഫിക് ആണ്. ലൈക്ക് വി ഡോണ്ട് വാണ്ടഡ് ടു ലൈക്ക് എന്താ പറയുക ഇതിനൊരു ഭയങ്കര ഒരു കൊമേഴ്ഷ്യൽ ആക്കാൻ നമ്മൾ സെക്ഷൻസിനകത്തല്ല. സോ ക്വാളിറ്റി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ വെൻ യു കൊമേഴ്സ്യലൈസ് തിങ്സ് സ്കെയിൽ ബേസിനകത്ത്, സോ ദർ വുഡ് ബി സ്റ്റാർട്ടിങ് എന്താ പറയുന്നത് നമ്മുടെ ക്വാളിറ്റി ഡ്രസ്റ്റിക്കലി ഡൗൺ ആവാൻ തുടങ്ങും. സോ ആസ് ഐ ഓൾറെഡി മെൻഷൻ ലൈക്ക് നമുക്ക് ബാക്ക് എൻഡിനകത്ത് കമ്പനി ഉണ്ട്. സോ നമുക്ക് ഇൻ ഹൗസ് പ്രൊജക്ട്സ് ഉണ്ട്, പ്രൊഡക്ട്സ് ഉണ്ട്, നമ്മുടെ സെൽഫ്. നമ്മുടെ മെയിൻ എന്താ പറയുന്നത് ബിസിനസ് റവന്യൂ വരുന്നത് അവിടെ നിന്നാണ്. സോ നമുക്ക് നല്ല റിസോഴ്സസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് മുംബൈ, ഡൽഹി, ബാംഗ്ലൂരിനൊന്നും ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ബിക്കോസ് ഫുൾ സെറ്റപ്പ് നമ്മുടെ ഇവിടെയാണ്. സോ കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ബട്ട് ഐ ക്യാൻ പ്രിപ്പയർ എ റിസോഴ്സ് ലോവർ കോസ്റ്റ്. ആസ് എ ബിസിനസ് ഓണേഴ്സിലേക്ക് എന്താ പറയുന്നത് ഭയങ്കര പ്രോഫിറ്റബിൾ ആയിരിക്കും. ബിക്കോസ് ഐ ക്യാൻ ഡു ഇത് സർവീസ് ഇൻഡസ്ട്രി, യു നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് മച്ച്. പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല നമ്മൾ ഫണ്ടെല്ലാം സ്പെൻഡ് ചെയ്യുന്നത് എന്താ പറയുന്നത് 1 crore, 2 crore, 3 crores ആയിരിക്കും. ബട്ട് നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1%, 2%, 3%, 4% റേഞ്ച് ആയിരിക്കും. നമ്മൾ വിത്ത് ബഡ്ജറ്റ് ഇൻക്രീസസ് പെർസെൻറ്റേജ് ഡിക്രീസസ് ആണ് സർവീസ് ചാർജസ്. സോ ഒബ്വിയസ്ലി ഇത്ര വലിയ ടീമിനെല്ലാം മാനേജ് ചെയ്യാൻ സോ നമ്മൾ മെയിൻ ഫോക്കസ് അത് തന്നെയാണ്. നമ്മളിപ്പം ലൈക്ക് നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് 2014 മുതലാണ്. ബട്ട് വി വെൻ ടു പബ്ലിക് 2016 ആണ്. ആദ്യം എന്താ നമ്മൾ ഇൻ ഹൗസ് എടുക്കും. ഇപ്പം എന്താ പറയുന്നത് ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികളുണ്ട്. ലൈക്ക് ഈസ് ലൈക്ക് ഔട്ട് ഓഫ് ദ എന്താ പറയുന്നത് ഇന്ത്യയിലില്ല, എല്ലാം പുറത്താണ്. ലൈക്ക് അവർ സ്റ്റാർട്ട് ചെയ്ത് അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഇവിടെ നിന്നാണ്. ഓക്കെ, സോ ഈ ഒരു സെക്ഷനകത്ത് ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എന്തിനാണ് കൂടുതൽ ഹയർ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സിലാവും ഒരു റിസോഴ്സസിന് എത്ര കൊടുക്കാൻ പറ്റും. ആൻഡ് വി ഓൾവേസ് ട്രൈ ടു ഗെറ്റ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഔട്ട് ഓഫ് ഇറ്റ്. സോ ഇപ്പം ആസ് ഷിന പറഞ്ഞ പോലെ നമുക്ക് യു നീഡ് ടു വർക്ക് ഓൺ വിത്ത് ദെം. അവർ ദേ ആർ കമ്മിങ് ആസ് എ ഫ്രഷേഴ്സ് ആയിട്ടാണ് വരുന്നത്. സോ
ഫസ്റ്റ് തിങ് അവർക്ക് അറിയത്തില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റാണ്. സോ ലൈക്ക് യു ചോസൻ പേഴ്സണൽ ബ്രാൻഡിങ് ആൻഡ് യു ചോസൻ ലിങ്ക്ഡിൻ. ദാറ്റ്സ് എ വെരി എന്താ പറയുക, നമ്മളൊരു വലിയ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പറയുകയാണെങ്കിൽ ദാറ്റ്സ് എ വൺ ഭയങ്കര സ്മോൾ സാധനമാണ്. ബട്ട് ഇറ്റ്സ് എ T-shaped മാർക്കറ്റിംഗ് ആണ്. ലൈക്ക് നൗ ഡേയ്സ് പീപ്പിൾ യു നീഡ് ടു നോ എവറിത്തിങ് ബട്ട് യു നീഡ് ടു ഗെറ്റ് ഇൻ ഡെപ്ത് ഇൻ സംതിങ്. ദാറ്റ് ഇസ് എ T-shaped മാർക്കറ്റിംഗ് നമ്മൾ പറയാറ്. സോ ദാറ്റ്സ് യുവർ എന്താ പറയുന്ന ഒരു പ്ലസ് പോയിന്റ് ആണ്. നൗ യു ആർ സിറ്റിംഗ് ഹിയർ ബിക്കോസ് ഓഫ് യുവർ പേഴ്സണൽ ബ്രാൻഡിങ് ആൻഡ് ബിക്കോസ് യുവർ ലിങ്ക്ഡിൻ മാർക്കറ്റിംഗ് strategy or LinkedIn marketing videos or LinkedIn marketing related content you put on the net. So our section ആണ് like people need to know everything and specialize in one single thing. So that is the main reason why we don't go for എന്താ പറയുന്ന ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ബാച്ച് വിടുന്ന 6 മാസത്തിൽ ഇറങ്ങത്തുള്ളൂ. ഈവൻ ദോ വി ഹയർ ഫോർ 6 months, ലൈക്ക് നമ്മൾ 6 മാസത്തെ കോഴ്സ് കൊടുത്താലും തീരുന്നവരെ ഒരു 8 മാസം സുഖമായിട്ടാവും. ലൈക്ക് ഇത് ലൈക്ക് കുട്ടികളാണല്ലോ, നമ്മൾ കൊടുക്കുന്ന ടാസ്ക് ഒരിക്കലും പോയിന്റ് ഓഫ് അവർ തീർക്കൂല. ദേ ഹാവ് ടു ഗിവ് ടൈം, ഫീഡ്ബാക്ക്, ഒരു എന്തായാലും കുറച്ച് ഡിലേ ആവും. ബട്ട് വാട്ട് പേഴ്സണലി ഐ ഫീൽ ദാറ്റ് ഡിലേ ആയാലും ഇഫ് കംസ് ബെറ്റേഴ്സ് ദാറ്റ്സ് ദ ഗുഡ് വൺ. ലൈക്ക് ദേർ ആയാൽ ദുരുസ്തായാലും നമ്മൾ പറയാറുണ്ട് ഹിന്ദിയിൽ. ഓക്കെ, സോ ലൈക്ക് if it's good in final, that's the good thing. Like നമ്മളെ ടൈം ഒരിക്കലും വേസ്റ്റ് ആയ പോലെ തോന്നില്ല. That is the main reason why we don't hire too much. Means don't scale it too much. Yeah, and I was also very surprised to know a lot of my friends in the industry right now, like academies നടത്തുന്ന ആൾക്കാരും so many names are there. Hamzat publicly പറഞ്ഞിട്ടുണ്ട്, സൽമാൻ, പിന്നെ അക്ഷിൻ, they are all like sometimes they were like luckily I always feel grateful. Like yesterday also ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് എൻ്റെ ലാസ്റ്റ് 3-4 month ബാച്ചിൽ ഒരു 4 പേര് കൂടിയിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ആൻഡ് ഡോട്ട് ഇൻ പറഞ്ഞിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇനീഷ്യൽ സ്റ്റേജിനകത്ത് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരിക്കും. സോ ഐ ട്രൈ ടു ഹെൽപ്പ് ആസ് മച്ച് ആസ് പോസിബിൾ. ലൈക്ക് ഇപ്പോൾ ഓഫീസ് കഴിഞ്ഞിട്ട് മോക്ക് ഡാൻസ് സ്കൂളുണ്ട്. സോ ഡാൻസ് സ്കൂൾ ടൈമിംഗ് വരുന്നത് 5:30 to 6:30 ആണ്. ഓക്കെ, സോ 5:30 ഞാൻ ഡാൻസ് സ്കൂളിൻ്റെ അടുത്ത് വിടും മോളെ. അവിടെ നിന്ന് അടുത്ത് തന്നെയാണ്. സോ ലൈക്ക് വീക്ക്ലി 2 days ആണ് ഞാൻ അവരുടെ കൂടെ പോയി ഇരുന്ന് അവരുടെ സാധനങ്ങളെല്ലാം നോക്കും. ലൈക്ക് പറ്റുന്നത്ര, എനിക്ക് പറ്റുന്നത്ര. ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് അവരും ഒരു ആരെങ്കിലും ഉണ്ടോ ചോദിക്കാൻ ഇരിക്കുന്ന ടൈപ്പാണല്ലോ. സോ ദാറ്റ് ടൈം ലൈക്ക് ഇപ്പം കറൻ്റ്ലി ഇപ്പം യെസ്റ്റർഡേ ദേ ഹാവ് ഫോർ മീ എ ഡിന്നർ. ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് അവോയ്ഡ് ചെയ്തായിരുന്നു. യെസ്റ്റർഡേ പിടിച്ച് അവരെന്നെ കൊണ്ടുപോയി. ദേ ഗോട്ട് 10 clients. അവർക്ക് മൊത്തത്തിൽ 10 clients കിട്ടി. സോ അതിൻ്റെ ഒരു ഹാപ്പി സെക്ഷനകത്ത് ലൈക്ക് 3 SEO ക്ലയൻസും പിന്നെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ക്ലയൻസും ആക്ച്വലി 4 people ആണ്. സോ 4 ഓരോ സ്പെസിഫിക് സെക്ഷനാണ് പിടിച്ചേക്കുന്നത് അവർ. സോ ലൈക്ക് feel grateful to be the part of someone's successness. Like ഇപ്പം ഹംസദ് വന്ന് ഹംസദിൻ്റെ ഡോട്ട് ഇൻ തുടങ്ങുന്നതിന് മുമ്പേ ലൈക്ക് ഹംസദ് എന്താ പറയുന്നത് ഗൂഗിൾ ആഡ്സ് പഠിക്കാനായിരുന്നു വന്നത്. ഹി വാസ് വർക്കിംഗ് റെഡ് ടീം. ഈവൻ ഹംസദിൻ്റെ എൻ്റെ സ്റ്റോറി ഭയങ്കര പഴയതാണ്. ലൈക്ക് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ, എൻ്റെ മലയാളം അത്ര നല്ലതല്ല. സോ ഞാൻ യൂട്യൂബ് ത്രൂ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എൻ്റെ ലാംഗ്വേജസ്. സോ ഐ സ്റ്റാർട്ടഡ് ഐ തിങ്ക് ലൈക്ക് 2014-13 എല്ലാം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം വരെ ഫോളോവേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. ബട്ട് ലൈക്ക് എനിക്ക് തോന്നുന്നത് 600 സംതിങ് ഫോളോവേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ഇറ്റ്സ് എ വിപ്പിൻ ആഡ് TV എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഓക്കെ, സോ അവിടെ ഭയങ്കര കണ്ടന്റ്, ഞാൻ എപ്പോഴും കണ്ടന്റ് ഇടാറുണ്ട്. ആൻഡ് യൂസ്വലി ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ലൈക്ക് ഏതെങ്കിലും കുട്ടി ചോദിച്ചു എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അതിന് ഞാൻ വീഡിയോ ഉണ്ടാക്കി ഇടും. മേ ബി സംബഡീസ് വെൽ. ഹംസദ് വൺ ഓഫ് ദം ആണ്. ഇപ്പോഴും അവൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ട്. എൻ്റെ നമ്പറിൽ അവൻ്റെ നമ്പർ എഴുതിയേക്കുന്നത് fan 1 മീൻസ് ഫസ്റ്റ് പേഴ്സൺ കോളിങ് മീ ആഫ്റ്റർ വാച്ചിങ് യൂട്യൂബ് വീഡിയോ. ഫസ്റ്റ് പേഴ്സൺ ആണ്. ഓക്കെ, കോളിങ് മീ. ഇപ്പോഴും എൻ്റെ പേരിന് ഐ വിൽ ഷോ യു fan 1 എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും ഞാൻ ഹംസത്തിൻ്റെ പേര് സേവ് ചെയ്തേക്കുന്നത്. സോ വെൻ ഹി കോൾസ് മീ ലൈക്ക് ആ റിലേഷൻഷിപ്പ് ഇല്ലേ. സോ നമ്മുടെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹി കമ്മിങ് ടു ഹിയർ ഇൻ കാലിക്കറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവന് നൈറ്റിലാണ് വരുന്നത്. അവൻ പറഞ്ഞ് എൻ്റെ ക്ലാസ് തന്നെ വേണമെന്ന് പറഞ്ഞു. സോ നൈറ്റ് ഞാൻ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ലൈക്ക് ടീച്ചിങ് ഇസ് മൈ പാഷൻ. ഓക്കെ, അത് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. ലൈക്ക് ഞാനൊരു പ്രൊഫഷണലായിട്ട് അങ്ങനെയല്ല, ബട്ട് ഭയങ്കര പാഷനേറ്റ് ആണ്. ലൈക്ക് ഇഫ് ഐ ടേക്ക് ക്ലാസ് ഭയങ്കര പാഷനേറ്റ് ആയിരിക്കും ക്ലാസ് എടുക്കുക. സോ ദേ ഹി കെയിം എന്താ പറയുക നൈറ്റിൽ ലൈക്ക് ഐ തിങ്ക് ലൈക്ക് നമ്മൾ 7 to 8 ആയിരുന്നു ക്ലാസ് എടുത്തത്. വർക്ക് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതിൻ്റെ കൂടെ അവൻ ഫ്രീലാൻസ് പ്രൊജക്റ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഹീസ് ലൈക്ക് എനിക്ക് അന്നേരം അറിയാമായിരുന്നു ഹീസ് ലൈക്ക് വെരി ബ്രൈറ്റ് കൈൻഡ് ഓഫ് സെക്ഷനാണ്. അതേപോലെ തന്നെ അക്ഷിൻ്റെയും കൂടെ അങ്ങനെ ഭയങ്കര സ്റ്റോറീസ് ഉണ്ട്. സൽമാനായി, പിന്നെ ഇപ്പം ബ്രാൻഡ് നോൺ ഇത്ര പീപ്പിളാണ്. പിന്നെ ഇവിടെ നോൺ ആവാത്ത ഒരുപാട് പേരുണ്ട്. ലൈക്ക് ഇപ്പം ഇൻട്രിയിൽ തന്നെ നമ്മുടെ 2 സ്റ്റാഫ്സ് ഉണ്ട്, ഹയർ പൊസിഷനകത്താണ്. ഓക്കെ, സോ അവരെല്ലാം നമ്മുടെ തന്നെ സ്റ്റാർട്ടിങ് സെക്ഷൻസിനകത്താണ്. റിനു മാധവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരു ലൈക്ക് ഹീസ് ദ ലൈക്ക് ഇപ്പം ഫുൾ സൗത്ത് ഇന്ത്യയുടെ ബ്രാൻഡ് ഹെഡ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അവരെല്ലാം നമ്മൾ ഹയർ ചെയ്തതാണ്. പിന്നെ ഒരു ശ്രീദേവ് ശർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, മുംബൈ ബേസ്ഡ്. സോ ലൈക്ക്
ദേ ആർ നോട്ട് ദാറ്റ് മച്ച് നോൺ ഇൻ കേരള, ബട്ട് ദേ ആർ ഡൂയിങ് അവരുടെ പോർഷനകത്ത് നല്ല ലൈക്ക് വെനെവർ സി. ഇത് കൂടാതെ ഇപ്പം ഗൾഫിനകത്ത് ഒരുപാട് കുട്ടികളുണ്ട്, നിഖിലുണ്ട്, പിന്നെ അതേപോലെ തന്നെ ജംഷീദ് എന്ന് പറഞ്ഞിട്ടുള്ളുണ്ട്. ദേ ആർ ലൈക്ക് അവരുടെ പൊസിഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് പേഴ്സണലി ഒരു ഫീൽ വരും. ആ ഒരു സെക്ഷനാണ് ലൈക്ക് ഇൻഡസ്ട്രീൻ്റെ ഒരുപാട് പേരുണ്ട്. ലൈക്ക് ഈവൻ ദോ ലൈക്ക് ഒബ്വിയസ്ലി വി സ്റ്റാർട്ടഡ് ഇൻ 2014, nobody is doing it. So obviously like most of the well known, even though Riaz, he was also one of our student. Okay, so he also run a company, TechZone as something company name. So most of them like എന്താ പറയുന്നത് എവിടെന്നെങ്കിലും കണക്റ്റഡ് ആണ്. നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ what I've observed is കുറേ പഴയ കമ്പനീസ് they did not update with time, so they got outdated എന്നുള്ളൊരു കുറേ അക്കാഡമീസിന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് ആണ്. But then I think that is one area that you really need to focus. അല്ലെ, updations every day it comes. ഇപ്പം അപ്ഡേഷൻസ് ആണ് പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. ഇഫ് ഐ എം ലൈക്ക് അറൌണ്ട് 14 to 15 years ആയി, സ്റ്റിൽ ഐ പുട്ട് 2 hours minimum to learn things. ന്യൂ തിങ്സ് ഈസ് കമ്മിങ്. ഇഫ് യു ഈ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഇപ്പം ഇത് നോർമൽ മാർക്കറ്റിംഗ് അല്ല, പണ്ടത്തെ മാർക്കറ്റിംഗ് പോലെ അല്ല. പണ്ട് ഞാൻ ആക്ച്വലി ഐ ഡിഡ് മൈ MBA ഇൻ മാർക്കറ്റിംഗ്. ഓക്കെ, സോ ഐ വർക്ക്ഡ് ആസ് എൻ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ഓൾസോ. സോ നമുക്ക് ഒരു കണക്ഷനായി, ഒരു എന്താ പറയുന്നത് നെറ്റ്വർക്കിംഗ് ആയി, ആ നെറ്റ്വർക്കിങ്ങിൻ്റെ പുറത്ത് നമുക്ക് പിന്നെ സ്കെയിൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ബട്ട് ഇവിടെ അങ്ങനെയല്ല. നമ്മളിപ്പം ഓക്കെ ഇന്നത്തെ SEO സ്റ്റൈൽസ് പഠിച്ച് ഇനിയിപ്പോൾ ഒരു കൊല്ലം 2 കൊല്ലം കഴിയുമ്പോഴും ഗൂഗിൾ പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരും. പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഇപ്പോൾ വർക്ക് ചെയ്യില്ല. യു നീഡ് ടു കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എക്കോഡസിൻ്റെ നമ്മൾ വി ആർ റാങ്കിങ് ഫോർ വെബ് ഡിസൈൻ കമ്പനി ഇൻ ഇന്ത്യ, വെബ് ഡെവലപ്മെൻറ്റ് കമ്പനി ഇന്ത്യ, എല്ലാത്തിനും നമ്മൾ ഫസ്റ്റ് പേജിനകത്താണ്. ആൻഡ് നോട്ട് ഫ്രോം ലൈക്ക് ഇന്നലെ വന്നതല്ല, നമ്മൾ വി ആർ മെയിൻറ്റെയിനിങ് ഇറ്റ് ഫ്രോം 2012. Okay, 2012 it's like 13 years മുകളിലാവാനായി. ഓക്കെ, 12 to 13 yearsൻ്റെ അറൗണ്ട് ആയി. സോ സ്റ്റിൽ വി ആർ ഇൻ ദ ഫസ്റ്റ് പേജ്. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഒരുപാട് പുതിയ ആൾക്കാർ വന്ന് പോയി, മീൻസ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആണല്ലോ. സോ ആ ഒരു നമുക്കൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. ആൻഡ് ദിസ് വെരി കോസ്റ്റ്ലി ആണ്. മീൻസ് നമ്മുടെ ഒരു എന്താ പറയുന്നത് ലീഡ് ജനറേഷൻ്റെ ഒരു മെയിൻ പില്ലറാണ്. ബിക്കോസ് വി ഗെറ്റ് മോസ്റ്റ് ഓഫ് ദ ക്ലയൻറ്റ് ഫ്രോം MNC ക്ലയൻസ്, ഔട്ട്സൈഡ് ഇന്ത്യ ക്ലയൻസ്, എസ്പെഷ്യലി നോട്ട് ദ മിഡിൽ ഈസ്റ്റ് ബെൽറ്റ്. എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് ബെൽറ്റ് കൂടുതലായിട്ട് എനിക്ക് ഐ പേഴ്സണലി തോട്ട് ദാറ്റ് ലൈക്ക് ഓക്കെ, നമ്മൾ അറിയുന്ന ഒരു റിലേറ്റീവ് ആണ്, ഒരു കുറച്ച് മലയാളി കണക്ഷൻസ് എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ, ബട്ട് ഫോറിനേഴ്സ് അങ്ങനെയല്ല. ദേ ലുക്ക് ലൈക്ക് ബെസ്റ്റ് വെബ് ഡിസൈനിങ് കമ്പനി ഇൻ ഇന്ത്യ ഏതാണ്, കെയിം ടു അസ്, നമ്മൾ കോൺട്രാക്ട് ക്ലോസ് ചെയ്യും. വൺ സർവീസ് പിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സർവീസ് അതിൻ്റെ കൂടെ നമുക്ക് ഈസിലി ആയിട്ട് പിച്ച് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ലൈക്ക് നമ്മുടെ വൺ ഓഫ് ദി സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇപ്പം യു കാൻ ഗോ ഈ പെർട്ടിക്കുലർ ഇൻഡസ്ട്രീനകത്ത് പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഒരു ക്ലിക്കിന് ഒരു 500, 600, 1000 വരെ നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരും. ഇപ്പം മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് ഒരു ക്ലിക്കിനാണ് പോകുന്നത്. സോ ഇപ്പോൾ CTR തന്നെ പറയുന്നത് 2 to 5% ആണ്. യു കാൻ മേക്ക് ഇറ്റ് ലൈക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് പിന്നെ വരുന്ന ക്ലയൻറ്റ് എത്ര രൂപയുടെ സാധനം വാങ്ങാൻ പോകുന്നത് നമുക്ക് പോലും അറിയില്ല. സോ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസാണ്. സോ ഒബ്വിയസ്ലി യു നീഡ് ടു കീപ്പ് ഓൺ മെയിൻറ്റെയിനിങ്. ഓക്കെ, സോ ഇതിപ്പം എൻ്റെ ഇൻ്റർവ്യൂ ആവുന്ന പോലെ തോന്നുന്നുണ്ട്. സോ കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് യുവർ സെൽഫ് ആണ്. സോ ഓർ എൽസ് യു വോണ്ട് ഗെറ്റ് ലൈക്ക് എന്താ പറയുന്നത് ഒരു അപ്ഡേറ്റഡ് ആയിരിക്കത്തില്ല.